ഹായ്, എന്തെല്ലാം മറ്റൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഐറ്റം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ മുതലല്ലേ ആക്ഷൻ ക്യാമറ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഒക്കെ തരുന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നുള്ളൂ. ഫസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്നല്ല, നല്ല അത്യാവശ്യം നമ്മളിത് ഉപയോഗിക്കാത്തതുകൊണ്ടെന്ന് തോന്നുന്നത്. വേറെ ഐറ്റം ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഐറ്റമാണ് ആക്ഷൻ ക്യാമറയിൽ. ഐറ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിലൊക്കെ നമുക്കത് ഷൂട്ട് ചെയ്യാം. നമുക്ക് അൺബോക്സിങ് ഇനിയും ബാക്കിയാണ്. അപ്പോൾ അടുത്ത അൺബോക്സിങ് ആയിട്ടാണ് DJIൻ്റെ മൈക്ക് മിനി. നമ്മൾ വോയിസ് അത്ര ക്ലിയർ ഇല്ല എന്നല്ല, നമ്മൾ തുടക്കക്കാർക്കൊക്കെ വാങ്ങണ ഒരു ബോയൻ്റെ മൈക്കാണ് ഞാൻ വാങ്ങിയിട്ടില്ല. ബോയുടെ V30 എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റാണ് നമ്മുടെ അടുത്ത് കയ്യിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആവണ്ടേ. അപ്പോൾ DJIൻ്റെ മൈക്ക് മിനി ആയിട്ടുള്ള ഒരു കോംബോ ഐറ്റം തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് കടന്നാലോ, വാ. അപ്പോൾ ഇതാണ് ഐറ്റം DJI മൈക്ക് മിനി. 2 ട്രാൻസ്മിറ്ററും അതേപോലെ തന്നെ ഒരു റിസീവറായിട്ടാണ് വരുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പാക്കിങ്ങിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് നീട്ടി വലിച്ചൊന്നും പറയാനൊന്നുമില്ല, കാരണം ചില യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി നിങ്ങൾ കണ്ടോളി. നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാം കേട്ടോ. അയ്യവാ, ഇത്രേ ഉള്ളൂ കേട്ടോ ബോക്സിൽ. ഒരു വാറണ്ടി കാർഡ്, മാനുവൽ. ഓക്കെ, ഇതാണ് നമ്മൾ ഐറ്റം വരുന്നത്. അയ്യോ, ഒരു കൊച്ചു ബാഗാണ് കേട്ടോ. DJIൻ്റെ ബ്രാൻഡിങ്ങുള്ള ഒരു അത്യാവശ്യം നോക്ക്, ഇവരെ സിബിൽ പോലും ഇവർ DJIൻ്റെ ബ്രാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് ഇത് കൊണ്ടടക്കാൻ. ഓക്കെ, ഞാൻ ജിമ്പിലെടുത്തപ്പോൾ ഇതേപോലത്തെ ഒരു ബാഗ് ഇട്ടിട്ടുണ്ടോ. അത്യാവശ്യം നല്ല, ഞാൻ പറഞ്ഞില്ല, റഫായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ജിമ്പിലൊക്കെ. അപ്പോൾ ഇതുവരെ ആ ബാഗൊന്നും ഒരു ഫേഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വരുന്നത് എന്തൊക്കെയാണ് നോക്കാം അല്ലേ. ഒരു ക്യാമറയിൽ കണക്ട് ചെയ്യാനൊരു കേബിള്, USB to C പോർട്ട് ഒരു കേബിള്, പിന്നെ വരുന്നത് ഇതൊക്കെ ഞാൻ പിന്നീട് പറയാം, അത് നമ്മൾ മെയിനായിട്ട് എടുക്കാം. ഓക്കെ, ഇത്ര ഉള്ള ഐറ്റം. ഓക്കെ, ഇതാണ് നമ്മൾ മെയിൻ ഐറ്റം. ഇത് പൊട്ടിക്കല്ലേ. ആദ്യം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ചാർജ് കുറവാണ് കേട്ടോ. ഒറ്റ പുള്ളിയുള്ളൂ ചാർജ്. ഓക്കെ, 2 ട്രാൻസ്മിറ്റർ, ഒരു റിസീവർ. ഇതാണ് കേട്ടോ ഐറ്റം. 10 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. 10 ഗ്രാം ഉള്ളൂ ആകെ വെയിറ്റ്. ഇത് നമ്മൾ ഷട്ടിലൊക്കെ പിൻ ചെയ്ത് കൊണ്ടു നടക്കാനൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ റിവ്യൂകളൊക്കെ കുറേ വീഡിയോകളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ അയ്യോ, ഇങ്ങനെയുണ്ട് തൊപ്പിക്കൂട്ടാൻ. അത്യാവശ്യം നല്ല തൊപ്പിക്കൂട്ടനായില്ലേ. തൽക്കാലം നമ്മളിത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഐറ്റങ്ങളുള്ളതെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അടിപൊളി ഒരു പ്രീമിയം ബാഗ്, പിന്നെ ബാക്കപ്പ് ഉള്ള ഒരു കേസ് വരുന്നുണ്ട്, പവർ ബാക്കപ്പ് ഉള്ള ഒരു കേസ്. ഓക്കെ, അതിനുശേഷം വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഒരു വിൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോയിസ് ക്യാൻസലേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതാണ് ഐറ്റം. പിന്നെ ഇത് ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഓക്സി കേബിള്, അതേപോലെ തന്നെ USB to C പോർട്ട് കേബിള്. ഇത്രയും ഐറ്റമാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോയയുടെ V30 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്കാണ് കേട്ടോ. ഓക്കെ, നമ്മളൊന്ന് DJIൻ്റെ മൈക്ക് മിനി ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ, വാ. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഐഫോണിലെ സൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ DJI കണക്ട് ചെയ്തിട്ടില്ല, DJIൻ്റെ മിനി കണക്ട് ചെയ്തിട്ടില്ല, മൈക്ക് മിനി കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ.
ഇനി കണക്ട് ചെയ്യാൻ പോവാണേ. ഇതിൻ്റെ ഐഫോണിലാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഏതാ കേൾക്കണത് നിങ്ങൾ? ഇപ്പോൾ DJൻ്റെ മിനിയാണ് കേട്ടോ കേൾക്കണത്. DJൻ്റെ മൈക്ക് മിനിയാണ് കേൾക്കണത്. എങ്ങനെയുണ്ട് വോയിസ്? അത്യാവശ്യം നല്ല ക്ലിയർ ഇല്ലേ? നമ്മളെ കയ്യിൽ ബോയയുടെ V13 കാര്യങ്ങളൊക്കെ ഉണ്ട് മൈക്ക്. നമ്മൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് DJൻ്റെ മൈക്ക് മിനി എന്നുള്ള വോയിസാണ്. ഇതിൻ്റെ എത്ര ദൂരം പോയാൽ കട്ടാവും എന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്തിട്ടുള്ള വീഡിയോ മാത്രമാണിത് കേട്ടോ. എങ്ങനെ ഉണ്ടായിട്ടോ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് തോന്നണം. കാരണം ഇതിൻ്റെ റിവ്യൂകളൊക്കെ ഞാൻ കുറേ കണ്ടിരുന്നു. പിന്നെ സിമ്പിളാണ് നോക്ക്. പിന്നെ വന്നിട്ട് ഇത് ബ്ലൂടൂത്ത് ആയിട്ടാണ് ഇപ്പോൾ പെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇതിൻ്റെ റിസീവർ ആയിട്ട് ഒന്ന് പെയർ ചെയ്ത് നോക്കിയാലോ നമുക്കൊന്ന് വേണമെങ്കിൽ. ജസ്റ്റ് അടുത്ത ഷോട്ടിൽ നമ്മൾ റിസീവർ ആയിട്ട് കണക്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഈ ഷോട്ടിൽ റിസീവർ കണക്ട് ചെയ്തിട്ടാട്ടോ എൻ്റെ ഫോണിൽ. എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ലേ? ഇത് റിസീവർ കണക്ട് ചെയ്തിട്ടാണ്. ഇത് നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓഫാണ് കേട്ടോ. ഓക്കെ, പവർ ബട്ടണിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ നോയിസ് ക്യാൻസലേഷൻ ഓണാണ് ഇപ്പോൾ. കുറേ കാര്യങ്ങളുണ്ട് ഇതിന്. നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. നിങ്ങൾക്ക് പല റിവ്യൂകളും പല സെറ്റിങ്സുകളൊക്കെ എടുത്തുമുണ്ട്. നമ്മളിത് ഫസ്റ്റ് അൺബോക്സിങ് ആയതുകൊണ്ട് ഇത് റിവ്യൂ എടുക്കാനെങ്കിൽ കുറച്ച് ടൈം പിടിക്കും. റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോകളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് അൺബോക്സിങ് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ റിസീവർ കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിൻ്റെ ജിമ്പലില്ലേ, ജിമ്പൽ ഹോൾഡ് ചെയ്യുമ്പോൾ സ്റ്റാൻഡിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. കാരണം വെച്ചാൽ അതവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യാണ് റിസീവർ. അതുകൊണ്ട് മൊബൈലിൻ്റെ ജിമ്പൽ ഉപയോഗിക്കൽ എന്തായാലും ഈ റിസീവർ ഉപയോഗിക്കുമ്പോൾ ആണെങ്കിൽ നടക്കും തോന്നണില്ല. അപ്പോൾ ജിമ്പൽ തൽക്കാലത്തേക്ക് മാറ്റുക. പിന്നെ എന്തിനാ നമുക്ക്, പിന്നെ ജിമ്പൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക തന്നെയാണ്. കാരണം നമ്മൾ ആക്ഷൻ 5 Pro എടുത്തില്ലേ, ആക്ഷൻ ക്യാമറ എടുത്തില്ലേ. അപ്പോൾ അതിലേക്ക് ഇനി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അല്ലേ. ജസ്റ്റ് സിമ്പിളായിട്ടതൊക്കെ റിസീവറല്ല ഞാൻ കണക്ട് ചെയ്യുന്നത്. അതിൽ ഓട്ടോമാറ്റിക് കണക്ട് ചെയ്യുന്ന DJൻ്റെ പ്രൊഡക്റ്റ് പറഞ്ഞാലേ ഏതെടുത്താലോ ഏതിനോടും ലിങ്ക് ചെയ്യാൻ പെട്ടെന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈക്കൊന്ന് ആക്ഷൻ ക്യാമറയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ DJൻ്റെ ഏത് പ്രൊഡക്റ്റ് എടുത്താലും അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ലിങ്ക് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. കാരണം ഇൻബിൽഡായിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമുക്ക് ആക്ഷൻ ക്യാമറയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിട്ടോ? ഇത് ആക്ഷൻ ക്യാമറയിലാണ് കേട്ടോ. ഇവരെ ഐറ്റം തന്നെ പെയർ ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ. കാരണം ആക്ഷൻ ക്യാമറയിലും അതേപോലെ തന്നെ DJൻ്റെ പ്രൊഡക്റ്റിൽ ഇൻബിൽഡായിട്ട് അവരുടെ ഐറ്റങ്ങളൊക്കെ ആഡ് ചെയ്യാൻ കഴിയും. ഡയറക്റ്റാണ്, റിസീവറിൻ്റെ ആവശ്യം വരുന്നില്ല. സിമ്പിൾ യൂസ്. ഓക്കെ, ഒരു റിസീവർ ആവശ്യം ഇവിടെ വരുന്നില്ല. ആക്ഷൻ ക്യാമറയിലൊക്കെ കറക്റ്റ് കണ്ണിങ് ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. എങ്ങനെ ഉണ്ടായിട്ടോ? നട്ടുച്ചയാണ് നോക്കാം. സൂര്യൻ മേലെ കണ്ടോ? അപ്പോൾ നട്ടുച്ചയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്തൊരു അൺബോക്സിങ്ങുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതും DJനെ ഉണ്ടായിട്ടോ. വരി. ഓക്കെ, ബൈ.